ഒപ്പിട്ട കരാറിന്റെ സവിശേഷത എന്ന് പറയുന്നത് അതിൽ സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. യൂണിലേറ്ററലാണ്. പിന്മാറാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രം നിക്ഷിപ്തമായി കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതുകൊണ്ടുണ്ടാകാവുന്നതെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഉണ്ടാകാവുന്നത് അതുവഴി കിട്ടാവുന്ന ഒരു എമൗണ്ട് 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷം വെച്ച് കിട്ടുമ്പോൾ ഒരു 900 കോടിയിൽ പരം 1000 കോടിയിൽ താഴെ രൂപ ആ ഇനത്തിലും, പിന്നെ അന്യായമായി ഇത് ഒപ്പിടാത്തതിന്റെ പേരിൽ മറ്റ് കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായത് ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോ ആ ഇനത്തിൽ ഇവിടെ SSKക്ക് ലഭിക്കാനുള്ള 1100, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1150 കോടി രൂപയും കിട്ടാതെ പോകുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒപ്പിടാത്തതിന്റെ പേരിൽ 2000-ഓളം കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമാകുന്ന ഒരു സ്ഥിതി.